ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാഷണൽ അപ്പോസ്തോലിക് മീഡിയയുടെ വചനധ്യാനത്തിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്വാഗതം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് ഞാനൊരു വാക്യം വായിക്കുകയാണ്. മലാഖി പ്രവചനം 3-ാം അധ്യായം 3-ാമത്തെ വാക്യം. അതിങ്ങനെയാണ്: അവൻ ഊതിക്കഴിക്കുന്നവനെ പോലെയും വെള്ളി ശുദ്ധി വരുത്തുന്നവനെ പോലെയും ഇരുന്നു കൊണ്ട് ലേവി പുത്രന്മാരെ ശുദ്ധീകരിച്ച് പൊന്നുപോലെയും വെള്ളി പോലെയും നിർമ്മലീകരിക്കും. അങ്ങനെ അവർ നീതിയിൽ യഹോവയ്ക്ക് വഴിപാട് അർപ്പിക്കും. സ്തോത്രം. ഇവിടെ നാം കാണുന്ന ഒരു തട്ടാന് അല്ലെങ്കിൽ ഒരു ഗോൾഡ് സ്മിത്ത് തൻ്റെ പൊന്നും വെള്ളിയും ശുദ്ധീകരിക്കാനായിട്ട് ഇരിക്കുകയാണ്. എവിടെയാണ് ഇരിക്കുന്നത്? അത് ഒരു പ്രത്യേകമായ ഒരു പാത്രത്തിൽ വെച്ചിട്ട് പ്രത്യേകമായ ഒരു ചൂടാക്കി അത് ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയയാണത്. അപ്പോൾ തീ വളരെയധികം ചൂടുള്ളതായിരിക്കണം, എന്നാൽ മാത്രമേ ഈ വെള്ളിയോ പൊന്നോ ശുദ്ധീകരിക്കാൻ സാധ്യമാകുകയുള്ളൂ. അപ്പോൾ ഇത് ഉരുകി വരുമ്പോഴാണ് ഇതിൽ നിന്നും കീടമോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളൊക്കെ അതിനകത്ത് അശുദ്ധിയായിട്ടുള്ളതൊക്കെ നീക്കിക്കളയാൻ സാധിക്കുന്നത്. ഇനി ഇത് നിർമ്മലീകരിച്ചില്ലെങ്കിൽ ആ തട്ടാൻ വിചാരിക്കുന്നത് പോലെ ഈ പൊന്നുകൊണ്ടോ വെള്ളി കൊണ്ടോ നാണയങ്ങളുണ്ടാക്കാനോ അല്ലെങ്കിൽ ആഭരണങ്ങളുണ്ടാക്കാനോ അല്ലെങ്കിൽ ദേവാലയത്തിലെ മറ്റ് അടിച്ചുപണികൾക്ക് ഉപയോഗിക്കാനോ ഒന്നും സാധ്യമല്ല. കാരണം അവിടെ അതിന് പൊട്ടലുകളും വിടവുകളും ഒക്കെ പ്രത്യക്ഷപ്പെടും. അത് തന്നല്ല, ആ വിചാരിക്കുന്ന രീതിയിലുള്ള മനോഹാരിത ആ ഉണ്ടാക്കുന്ന വസ്തുക്കൾക്ക് ലഭിക്കുകയുമില്ല. അപ്പോഴെന്താണ്? വലിയ തീയിൽ ഗോൾഡ് ഉരുകണമെങ്കിൽ 1064 സെൽഷ്യസ് വേണം. സിൽവർ ഉരുകണമെങ്കിൽ 961 ഡിഗ്രി സെൽഷ്യസും വേണം. ഇനി നമ്മളൊന്ന് വെള്ളം തിളപ്പിക്കാനാണെങ്കിൽ 100 ഡിഗ്രിയേ ഉള്ളൂ. അപ്പോൾ ഇത് എത്രമാത്രം ചൂടായിരിക്കണം എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കർത്താവ് എന്താണ് ചെയ്യുന്നത്? കർത്താവ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഇതുപോലെയുള്ള ചില ശോധനകൾ അല്ലെങ്കിൽ നിർമ്മലീകരിക്കുന്ന ചില പ്രക്രിയകളിൽ കൂടെ അവരെ കടത്തിക്കൊണ്ടുപോകും. അവർ പൊന്നുപോലെ പുറത്തു വരും എന്നാണ് യോബിൻ്റെ ഭാഷയിൽ പറയുന്നത്. ഞാൻ പൊന്നുപോലെ പുറത്തു വരും, കാരണം ഞാൻ ശുദ്ധീകരണത്തോടെ പുറത്തു വരും. അത് എൻ്റെ കർത്താവിൻ്റെ കയ്യിൽ ഞാൻ യോജിക്കുന്ന ഒരു ഉപകരണമായി തീരണമെന്നുണ്ടെങ്കിൽ കർത്താവ് എന്നിലുള്ള അശുദ്ധിയെ മാറ്റിക്കളയണം. ഇത് നമ്മെക്കൊണ്ട് തന്നെ സാധ്യമാണോ നമ്മുടെ അശുദ്ധി മാറ്റിക്കളയാനായിട്ട്? അല്ല, കർത്താവാണ് അത് ചെയ്യുന്നത്. അപ്പോൾ നാം മനസ്സോടെ ഇതിന് നിന്നു കൊടുക്കുകയുമില്ല. കാരണം കഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യന് സഹിക്കാൻ വയ്യാത്ത ഒരു കാര്യമാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ ഉണ്ടെന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ ഈ കഷ്ടങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും നമ്മുടെ വിശ്വാസത്തിൻ്റെ ശോധനയാണ് ഇതെന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. 1 പത്രോസ് 1:7 വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. അപ്പം നാം പൊന്നുപോലെ പുറത്തു വന്നാൽ, വിശുദ്ധീകരിച്ച് പുറത്തു വന്നാൽ ദൈവത്തിൻ്റെ കയ്യിൽ ഇണങ്ങിയ ആയുധമായി അല്ലെങ്കിൽ ഇണങ്ങിയ വസ്തുവായി കർത്താവിന് നമ്മെ ഉപയോഗിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് മലാഖി പ്രവചനത്തിൽ പറയുന്നത് എന്താണ്? ലേവ്യരെ, അതായത് കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്നവരാണല്ലോ ലേവ്യർ. അപ്പം പുതിയ നിയമസഭയിലാണെങ്കിൽ നാം ഓരോരുത്തരും വിശ്വാസികൾ
നമുക്ക് കർത്താവിന് പ്രയോജനമുള്ളവരായി തീരണമെങ്കിൽ കർത്താവിൻ്റെ ആ വിശുദ്ധീകരണ പ്രക്രിയയിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് നാം യോഗ്യരായി തീരുന്നത്. ഇത് നമ്മുടെ ഗുണമൊന്നുമല്ല, ഇത് നമുക്ക് വലിയ കഷ്ടങ്ങളുണ്ടാക്കുന്നു. എന്നാൽ എന്തിനാണ് കർത്താവ് കാൽവറിയിൽ യാഗമായി ഇത്രയും കഷ്ടം അനുഭവിച്ചത്? എന്തിനാണ്? നമ്മെ ഈ കഷ്ടപ്പാടിൽ നിന്നും വിടുവിക്കാനായിട്ടാണ്. ജയാളിയായ ക്രിസ്തുവെന്നാണ് കർത്താവിനെക്കുറിച്ച് പറയുന്നത്. അവൻ ക്രൂശിനോളം അനുസരണമുള്ളവനായി തീർന്നത് എന്തിനാണ്? നമ്മുടെ കഷ്ടങ്ങൾ മാറ്റിക്കളയാനായിട്ട്. അതായത് നാം സഹിക്കാൻ വയ്യാത്തതുപോലെയുള്ള കഷ്ടങ്ങളിൽ കൂടെ കർത്താവ് ഒരിക്കലും നമ്മളെ കൊണ്ടുപോവുകയില്ല. അങ്ങനെ ചെയ്യുന്ന അല്ലെങ്കിൽ ദോഷങ്ങളിൽ കൂടെ പരീക്ഷിക്കുന്ന ഒരു കർത്താവല്ല നമുക്കുള്ളത്. എന്നാൽ അല്പാൽപമായിട്ട് കഷ്ടങ്ങളൊക്കെ ഈ ജീവിതത്തിൽ ഉണ്ടായേക്കാം. എങ്കിലും കർത്താവിൻ്റെ ക്രൂശിലേക്ക് നോക്കുമ്പോൾ ഇതൊന്നും ഒരു കഷ്ടമായിട്ട് നമുക്ക് തോന്നുകയില്ല. അങ്ങനെ തന്നെ കർത്താവിൽ വിശ്വസിച്ച് അവന് വിധേയപ്പെട്ട് ജീവിക്കാൻ, അവൻ്റെ ക്രൂശിൻ്റെ മാഹാത്മ്യം ഘോഷിക്കാനായിട്ട് നമ്മെ ഓരോരുത്തരെയും കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് മാത്രം നാം മനസ്സിലാക്കണം, കർത്താവ് നമുക്ക് സഹിക്കാൻ വയ്യാത്ത പോലെ ഉള്ള ശോധനയിൽ കൂടെ ഒരിക്കലും കടത്തിക്കൊണ്ട് പോവുകയില്ല. അഥവാ എന്തെങ്കിലും അങ്ങനെ ഒരു ചെറിയ പ്രയാസം ഉണ്ടാകുന്നു എങ്കിൽ തന്നെയും കർത്താവും എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. അത് സഹിക്കാനായിട്ട് ദൈവം നമുക്ക് കൃപ തരും. അപ്പോൾ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നാം നന്ദിയുള്ളവരായിരിക്കുമ്പോൾ എല്ലാ കഷ്ടങ്ങളും നമ്മൾക്ക് തേജസ്സിനായിട്ട് മുന്നൊരുക്കിയിരിക്കുന്നതാകുന്നുവെന്ന് നാം മനസ്സിലാക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം.